ചേട്ടാ നമസ്കാരം. നമസ്കാരം. 2 ദിവസം മുമ്പാണ് നമ്മുടെ ചാനലടക്കമുള്ള മാധ്യമങ്ങൾ ഒരു വാർത്ത കൊടുത്തത്. നമ്മുടെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അവർ പുതിയ കൊടിയൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ബലൂചിസ്ഥാന്റെ ദേശീയ ഗീതം അവർ പുറത്തിറക്കിയിട്ടുണ്ട്. പോരാത്തതിന് അവരുടെ കൊടിയിലും അവരുടെ പ്ലക്കാർഡുകളിലും എല്ലാം ഇന്ത്യയുടെ വലിയ രീതിയിലുള്ള ഒരു അതിപ്രസംഗം നമുക്ക് കാണാം. ഇന്ത്യയുടെ കൊടിയും കൂടെ ചേർത്തവര് ഇന്ത്യ നമ്മുടെയാണ്, നമ്മുടെ മാത്രമാണ്, നമ്മളെ ഇന്ത്യ സഹായിക്കും, ഇന്ത്യയുടെ ശക്തി നമുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു, കാര്യങ്ങളൊക്കെ ആയിരുന്നു. പാകിസ്ഥാൻ അതിനെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചില്ല. അപ്പൊ അന്നേ ബിജുചേട്ടൻ പറഞ്ഞു മിക്കവാറും പാകിസ്ഥാനിന് വ്യോമാക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ മണ്ടയിൽ തന്നെ ബോംബിടുന്ന ഒരു സർക്കാരാണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ബലൂചിസ്ഥാന്റെ പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിലെ സൈനികർ ബലൂചിസ്ഥാനിലേക്ക് കടക്കുന്നത് തടയാനും പാകിസ്ഥാനിലെ സ്പൈകൾ ബലൂചിസ്ഥാനിലുണ്ട് അവരെയൊക്കെ അടിച്ചു പുറത്താക്കാനുമാണ് ഇപ്പൊ ബലൂചിസ്ഥാനിലെ ലെവലിൽ ശുദ്ധീകരണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് മറ്റൊരു വലിയ വാർത്ത പുറത്തു വരുന്നത് പാക് പട്ടാളത്തിൽ നിന്നും കൂട്ടരാജ്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ബലൂചിസ്ഥാനിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്ത വേറൊരു വാർത്ത. ഇപ്പോഴിതാ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സുരക്ഷാ സേനയ്ക്കെതിരെ വലിയ ആക്രമണം പല ഭാഗത്തു നിന്നും വർദ്ധിച്ചു വരികയാണ്. ഇവര് അതിനകത്ത് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ബലൂചിസ്ഥാനിലെ മസ്തും ജില്ലയിലെ ബച്ച്കോച്ച പ്രദേശത്ത് തങ്ങളുടെ ആൾക്കാർ ഒരു വലിയ പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തെയും ക്യാമ്പിനെയും ലക്ഷ്യമിട്ടതായി നിരോധിത ബലൂച്ച് ലിബറേഷൻ ആർമി ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 45-ലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അവർക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. BLA ഇതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഫാത്ത് സ്ക്വാഡ് എന്നാണ് അതിന്റെ പേര്. BLAയുടെ വക്താവ് ജിയാന്ത് ബലൂച്ച് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് സംഘടനയുടെ പ്രത്യേക കമാൻഡോ വിഭാഗമായ ഫത്തേ സ്ക്വാഡ് ആണ് കേട്ടോ. ഫത്തേ സ്ക്വാഡ് ഈ ഓപ്പറേഷൻ നടത്തി. ഫത്തേ സ്ക്വാഡ് ഇനി പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഓപ്പറേഷൻ വർദ്ധിപ്പിക്കുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനികരെ ആര് വന്നാലും അവരെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നുകളയുമെന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ആദ്യ ആക്രമണത്തിന് ശേഷം സഹായത്തിനായി സ്ഥലത്തെത്തിയ കൂടുതൽ സൈനികരെയും ഇവര് പതിയിരുന്ന് ആക്രമിച്ച് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും ഉണ്ടാതിരിക്കില്ലല്ലോ. അപ്പൊ ടീച്ചറിനെ പറഞ്ഞ കാര്യം സംഭവിക്കാൻ വളരെ വലിയ സാധ്യതയാണ്. ഇനിയിപ്പോ ഒരു വ്യോമാക്രമണം നടത്തുക എന്നുള്ളതായിരിക്കും പാകിസ്ഥാന്റെ ഒരു നിലവിലത്തെ ഒരു നീക്കം എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഈ പാക് അധീന കശ്മീരിലെ പ്രശ്നം, ആ പാക് അധീന കശ്മീരിൽ സ്ത്രീകൾ ഇറങ്ങി ആക്രമണം തുടങ്ങിയിട്ടുണ്ട്, വലിയ കലാപം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഈ പാക് അധീന കശ്മീരിലെ വാർത്തകൾ നമ്മൾ പരിശോധിക്കുമ്പോഴല്ലോ വിളിച്ചിട്ട് അത് പല സ്ഥലത്തും അവൈലബിൾ അല്ല ആ വാർത്തകൾ. പിന്നെ നമുക്ക് ഈ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഈ പാക് അധീന കശ്മീരിലുള്ള ആൾക്കാരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇവരുടെ വിഷ്വൽസ് ഒക്കെ എടുത്ത് പുറത്തു വിട്ടാലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലകത്തൊക്കെ നമ്മൾ കണ്ട് അത് ഫാക്ട് ചെക്ക് ചെയ്ത് ഇത് ശരിയാണെന്ന് തോന്നിയാൽ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന സ്വാഭാവികമായിട്ടുള്ള വാർത്തകളാണ്. ഇവിടെ വലിയ കൂട്ടക്കൊല നടക്കുകയാണെന്നാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബേസിക്കലി ഒരു ദിവസം 20-30 പേരെയാണ് അവിടെ കൊന്നൊടുക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. പ്രതിഷേധം കനക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് സ്ത്രീകളെയാണ് അവർ കൊന്നൊടുക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്ന് നിലവിളിക്കുന്ന നമ്മുടെ നാട്ടിലെ മാനവിക സ്നേഹികളെ ഒന്നും ആ സമയത്ത് കാണാനില്ല എന്നുള്ളതും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ പാകിസ്ഥാന്റെ പല ഭാഗത്തു നിന്നും അടിയാണ്. അതിന്റെ ഇടയിൽ ഇന്ന് നമ്മുടെ ഒരു പ്രതിരോധ വിദഗ്ധൻ നമുക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡിഫൻസ് സൈറ്റുകളിലൊക്കെ ഇത് ഉണ്ട്. കാരണം പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അടിച്ചു കഴിഞ്ഞാൽ ആ അടിയുടെ ശക്തി വളരെ കൂടുതലായിരിക്കും എന്നാണ് ഇന്നൊരു ഡിഫൻസ് വിദഗ്ധൻ പറയുന്നത്. ഇന്ത്യ ജാഗ്രത പാലിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയ അസ്ഥിരത, തീവ്രവാദം, ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾ കൂടുതൽ വഷളായാൽ ഇന്ത്യയുമായിട്ടുള്ള സൈനിക സംഘർഷത്തിനുള്ള സാധ്യതയും അതേ കണക്ക് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യയോട് പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് പറഞ്ഞു. ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ അസ്ഥിരത പാകിസ്ഥാൻ ഉണ്ടാക്കാൻ, ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന് എനിക്കറിയില്ല, മേ ബി അമേരിക്ക, ചൈന അവരെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇന്ത്യ എന്തായാലും ജാഗ്രത പാലിക്കണം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സുരക്ഷ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നത് ശക്തമായി തന്നെ തുടരേണ്ടതുണ്ട്, ഭീകരാക്രമണ സാധ്യതകളും അതിർത്തി സംഘർഷങ്ങളിലും നിരന്തരം നിങ്ങൾ നിരീക്ഷിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം യുദ്ധം ഉറപ്പാണ് എന്നല്ല പറയുന്നത്, പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ഐറ്റവുമായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രതികരണം അല്ല, ഈ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. പാകിസ്ഥാനിൽ എന്നൊക്കെ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാകുമ്പോഴും അവർ ഇന്ത്യക്ക് നേരെ ചൊറിയുന്ന ഒരു സ്വഭാവം ഉണ്ട് അവർക്ക്. അത് അവർ മാറ്റിവിടുക എന്നുള്ളതാണ്. ഇപ്പൊ ധനുഷ് പറഞ്ഞ് POK നിന്നുള്ള വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. അവിടെ 3-4 ദിവസമായിട്ട് ഇന്റർനെറ്റ് ഫുള്ള് ബ്ലോക്ക് ചെയ്തവര്. അത് അവർ ഒഫീഷ്യലായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഒന്നും ഒരു പത്രപ്രവർത്തകരെ മുഴുവൻ അടിച്ചു പുറത്താക്കി. അതായിരുന്നു വലിയ വാർത്ത. മുഴുവൻ മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി. വിദേശ മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. മുഴുവൻ എനിക്ക് 3 ദിവസമായി മുഴുവൻ മാധ്യമപ്രവർത്തകരെ പുറത്താക്കി, ഇന്റർനെറ്റ് മുഴുവൻ വിച്ഛേദിച്ചു. ഇപ്പം നമ്മൾ കാണുന്ന വിഷ്വൽസും സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ POK ഉള്ളതിനകത്ത് ഒരു വലിയ വിഭാഗം ജനങ്ങൾ യൂറോപ്യൻ കൺട്രീസിൽ ജോലി ചെയ്യുന്നുണ്ട്. POK ഈ ബലൂചിസ്ഥാനികളും ഉണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ പറഞ്ഞ കണക്ക് ചിലപ്പം ഈ ബന്ധുക്കളോ സ്വന്തക്കാരില്ല അവരുടെ വീട്ടുകാരോ ആരെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കുന്ന വിഷ്വൽസോ കാര്യങ്ങളോ ആയിരിക്കാം.
ഒരുപക്ഷെ അവര് ഈ എന്താ എക്സിലോ വല്ലോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. കാരണം വാർത്തയിൽ കിട്ടാൻ വകുപ്പൊന്നുമില്ല. കാരണം ഈ മാധ്യമപ്രവർത്തകർ അവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു, പിന്നെ അവരെ ഫുള്ള് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അതില്ല. പിന്നെ ഈ നമുക്ക് കിട്ടുന്ന ഇനിയിപ്പോ ഒരു വാർത്തയുടെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലണ്ടനിലും അവിടെയും ഇവിടെയും ഒക്കെ ഉള്ള പക്കവിദേശ കാശ്മീരിലുള്ള ആളുകൾ, അവരുടെ ജോലി ചെയ്യുന്നവർ, അവരുടെ പോസ്റ്റിൽ ചെയ്യുന്ന വിഷ്വൽസും വാർത്തകളും മാത്രമേ നമുക്ക് ഇനിയിപ്പോൾ ആശ്രയിക്കാൻ തൽക്കാലം നിർവാഹമുള്ളൂ. ഇനിയിപ്പോൾ അവിടെ ഇതെല്ലാം റെഡിയായി വരുമ്പോൾ അപ്പോൾ അത് എന്താകുമെന്നൊന്നും അറിയില്ല. അതായത് പാകിസ്ഥാൻ ഏതാണ്ട് നെടുകപ്പിളരുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഒന്ന് ഈ ബലൂചിസ്ഥാനിൽ വലിയ രീതിയിൽ തന്നെയാണ്. കാരണം ഈ രണ്ട് ഭാഗത്തും ചില സാദൃശ്യങ്ങളുണ്ട്. രണ്ട് ഭാഗവും രണ്ട് രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ്. കഴിഞ്ഞ ദിവസം POK നടന്ന പ്രക്ഷോഭത്തിൽ അവർ പറഞ്ഞ കാര്യം, ഞങ്ങൾ നിങ്ങളുടെ ആളുകളല്ല, നിങ്ങളുടെ പാകിസ്ഥാനികളല്ല, ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗവുമല്ല, ഞങ്ങളെ സ്വതന്ത്രമാകാൻ അനുവദിക്കണം, സ്വതന്ത്രമാകുന്നവരെ ഞങ്ങൾ പോരാട്ടം. അതായത് ഇനി അവർക്ക് ഈ POK പോരാട്ടം ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല, ഏതാണ്ട് പതിറ്റാണ്ടുകളായി ഈ രണ്ട് സ്ഥലത്തും പോരാട്ടം നടക്കും. ഇനി ഞങ്ങൾക്ക് ഇതേ രീതിയിൽ പോരാട്ടം മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് POK ജനം പറയുന്നത്. ഇത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. രണ്ടിലൊന്നും അറിയുക, ഞങ്ങൾക്ക് മുമ്പോട്ട് പോകണം, ഞങ്ങളെ സ്വതന്ത്രമാക്കണം. അവർ ഡിമാൻഡ് വെക്കുന്ന ഇന്ത്യയോട് ചേരണമെന്നല്ല, അവര് വെക്കുന്ന ഡിമാൻഡ് ഞങ്ങളെ സ്വതന്ത്രമാക്കണം. കാരണം ഇവർക്ക് ഒരു ഭരണഘടനയുണ്ട്, കൊടിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സ്വതന്ത്രമാക്ക്, ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം നടത്തിയേ പറ്റൂ, ഞങ്ങൾക്ക് മുമ്പോട്ട് പോകണ്ടേ, അതുകൊണ്ട് ഞങ്ങളെ സ്വതന്ത്രമാക്കുക, ഞങ്ങൾ നിങ്ങളുടെ പ്രദേശമല്ല, ഞങ്ങളെ പിടിച്ചെടുത്തതാണ്, ക്യാപ്ചർ ചെയ്തതെന്നാണ് ഇന്നലെ അയാൾ പറഞ്ഞത്, നേതാവ് പറഞ്ഞത്. ആദ്യമായിട്ടാണ് അവരത് പറയുന്നത്. ഞങ്ങളെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, നിങ്ങളുടെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ അത് നിങ്ങളുടെ ആൾക്കാരല്ല ഞങ്ങള്. പക്ഷെ അവര് ഇന്ത്യ എന്ന് പറയുന്നില്ല. അതോ ഇനി മാധ്യമങ്ങൾ ഇന്ത്യയുടെ പേര് വെട്ടിക്കളഞ്ഞാണെന്ന് എനിക്കറിയില്ല, നമ്മളെ കണ്ട വാർത്തയിലൊന്നും അതില്ല. അവരിങ്ങനെയാണ് പറയുന്നത്. അതൊന്ന് ബലൂചിസ്ഥാനിലെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി 6 ലക്ഷം സൈനികരാണ് ഈ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ മുഴുവൻ ഈ പറയുന്ന പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നതെന്നായിരുന്നു പഴയ കണക്ക്. ഇതിൽ ഏതാണ്ട് പകുതി കൂടുതൽ പേരും ബലൂചിസ്ഥാനിൽ നിന്നുള്ളവർ തന്നെയാണ് കൂടുതൽ പേരും. അവരൊക്കെ കൂടെയാണ് ഈ രാജിവെച്ച് പോയിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കൂടെയും ബലൂചിസ്ഥാന്റെ കൂടെയും ചേരുന്നത്. ബാക്കി പിന്നുള്ളത് ഈ 6 ലക്ഷം പേരെ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ പ്രേക്ഷകർ ഒരുപക്ഷെ വിചാരിക്കും ഇത്രയൊക്കെ ഉണ്ടോന്ന് വെച്ചാൽ, ഇതിൽ പാകിസ്ഥാന്റെ പട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പോലെ ഒരു പെർമനന്റ് പട്ടാള സെറ്റപ്പ് അല്ല. ഈ ടെമ്പററി ആയിട്ടുള്ള റിസർവ് ആയിട്ടുള്ളവരെയും താൽക്കാലികമായിട്ടുള്ളവരെയും അത്യാവശ്യത്തിന് ആളില്ലെന്നുണ്ടെങ്കിൽ ഭീകരന്മാരെയും തന്നെ ഇവന്മാർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഈ പാക് റേഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ BSF ആയിട്ട് തുലനം ചെയ്യാൻ പോലും കഴിയില്ല. നമുക്ക് പിന്നെ അവരെ അതിർത്തി സേന എന്ന് പറയാനേ കഴിയും. നമ്മുടെ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അതൊരു സിസ്റ്റത്തിൽ കൂടെ പോകുന്നവരാണ്. ഇത് അങ്ങനെ സിസ്റ്റത്തിൽ കൂടെ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ കണക്കെന്ന് പറയുമ്പോഴത്തേനും ഈ 6 ലക്ഷം എന്താണ് പറയുന്നത് സൈനികർ എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിൽ കണക്കൂട്ടേണ്ട കാര്യമില്ല. നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മുടെ 2 മിസൈലുകൾ അവിടെ ഇവിടെ വീണ് കഴിഞ്ഞപ്പോൾ പട്ടാളക്കാരെല്ലാം ജീവനും കൊണ്ട് പാഞ്ഞതും ബങ്കറിൽ ഒളിച്ചതും കണ്ടതാണ്. കാരണം അത് ഒരു യഥാർത്ഥ പട്ടാളക്കാരല്ല അത്, കാരണം അതിൽ ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ അവരെ നേരത്തെ തന്നെ അടിച്ചു കൊടുക്കുന്നതിന്റെ ഒരുപാട് വിഷ്വൽസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടുത്തെ ഏതാണ്ട് ഈ സർക്കാർ മന്ദിരങ്ങളെല്ലാം തന്നെ ഈ ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിട്ടുണ്ട്. അവരവരുടെ ഭരണം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെ പാകിസ്ഥാൻ അനങ്ങിയിട്ടില്ല. ഒരു പക്ഷേ വ്യോമാക്രമണം നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഇതിനു മുമ്പ് അവർ നടത്തിയിട്ടുള്ളത് കൊണ്ടാണ്. സ്വന്തം ജനത്തിന്റെ മുകളിൽ ബോംബിടുന്നതിന് ഒരു മടി അവർക്ക് ഇല്ല. അപ്പൊ അവരത് നടത്തിയിട്ടുള്ളവരാണ്. പക്ഷെ ഇത്തവണ അങ്ങനല്ല. ബലൂചിസ്ഥാനിലും POK-ലും നമ്മൾ കാണുന്നത് വളരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭമാണ്. രണ്ടിലും തീരുമാനിച്ചിട്ടുള്ള പ്രക്ഷോഭമാണ്. അതായത് ഇതുവരെ കണ്ട കണക്കും ഒരു സമരം നടത്തുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഡൗൺ ആയിട്ട് നിൽക്കുക, പിന്നെ സമരം, അങ്ങനത്തെ മെത്തേഡല്ല നടക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യക്ക് നേരെ ഈ പറഞ്ഞ പോലെ ഭീകരപ്രവർത്തനം നടത്താനോ ഇല്ലെങ്കിൽ അതിർത്തി സംഘർഷം ഉണ്ടാക്കാനോ പാകിസ്ഥാൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം എന്നൊക്കെ പാകിസ്ഥാനിൽ നമ്മൾ പഴയ ഇതൊക്കെ വാർത്തകളെല്ലാം നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എന്നൊക്കെ പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അവർക്ക് ഏറ്റവും എളുപ്പമായ മാർഗം ഇന്ത്യയാണ്. അതിനൊരു വലിയൊരു ഗുണമുണ്ട് ഇന്ത്യയുമായിട്ട് അറ്റാക്ക് ചെയ്യും. ഇത് തന്നെയാണ് ഇപ്പൊ ബംഗ്ലാദേശും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാഫിറുകളാണ് അവരെ സംബന്ധിച്ച്, അമുസ്ലിംസ് ആണ്. അപ്പം കാഫറുകൾക്കെതിരായിട്ടൊരു യുദ്ധം എന്ന് പറയുമ്പോഴത്തേന് ഈ മതം തലയ്ക്ക് പിടിച്ചവരാണ് ഈ പാകിസ്ഥാനിൽ കിടക്കുന്ന ഒരു വലിയ വിഭാഗം ജനവും ബംഗ്ലാദേശിൽ കിടക്കുന്ന ജനവും. അപ്പൊ അവരുടെ മുമ്പിലേക്ക് കാഫറുകൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നു, നമ്മൾ ഒറ്റക്കെട്ടാനും നിൽക്കണം എന്ന് പറയുമ്പോൾ ഈ ജനം മതമാണല്ലോ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും തിന്നുന്നത്. ഈ മതം അതും നല്ല രീതിയിലുള്ള മതമല്ല, ഈ മറ്റേ മതഭ്രാന്തന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനങ്ങളാണ് ഇവരുടെ കയ്യിലുള്ളത്. അപ്പൊ ഇവര് അതിലേക്ക്, പക്ഷെ ഇത്തവണ അദ്ദേഹത്തെ കുറഞ്ഞപക്ഷം പകുതി വിഭാഗം ജനങ്ങളെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അവർ കൊടും പട്ടിണിയിലും കറണ്ടില്ലായ്മയിലും ഡീസലും പെട്രോളും കിട്ടാത്ത അവസ്ഥയിലും പാൽപ്പൊടിയും ഗോതമ്പ് പൊടിയും കിട്ടാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരിത് എത്രത്തോളം ചെവിക്കൊള്ളും എന്നുള്ളത് അറിയില്ല നമുക്ക്. ഏതായാലും ഇപ്പൊ മുനീറിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഈ മതപണ്ഡിതന്മാര്.
പിന്നെ നിങ്ങൾ ഈ വേഷം അഴിച്ചു വെച്ച് രാഷ്ട്രീയക്കാരന്റെ വേഷം ഇടൂ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ മുനീറിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ക്രിപ്റ്റോ കറൻസിന് തൊട്ടുപോയിരുന്നു ഫഫ്തോ ഇറക്കി കറാച്ചിയിലുള്ള ഒരു മതപണ്ഡിതൻ, ഒരു ഫേമസ് മതപണ്ഡിതനാണ്. അതെ അദ്ദേഹം പറഞ്ഞത് ക്രിപ്റ്റോ കറൻസി അനിസ്ലാമികമാണ്, ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനും തടവെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നിൽക്കുന്നു. ഹാഫിസ് സയ്യിദിന്റെ ഒക്കെ പൊടി പോലും ഇല്ല. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ അടുത്തത് തട്ടാനുള്ള ഒരു 23 പേരുടെ ലിസ്റ്റ് എടുത്ത് പുറത്തു വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഹാഫിസ് സയ്യിദിനൊന്നും ആരും കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ ചില വീഡിയോസ് ഒക്കെ പുറത്തു വരുന്ന ഹാഫിസ് സയ്യിദിന്റെ ഒക്കെ പഴയ വീഡിയോസുകളാണ്. ഈ ഭീകരന്മാർക്ക് അങ്ങനെ ഒരു ചില കുഴപ്പങ്ങളുണ്ട്. ഇവരൊക്കെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ പിന്നെ ഇവരുടെ തലവന്മാർ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഇവരുടെ പഴയ വീഡിയോസ് ഉണ്ടാകും. ഇവർ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെടുത്ത് അപ്ലോഡ് ചെയ്യും. ഇത് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പിന്നെ വോയിസ് ക്ലിപ്പുകൾ കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് നേരത്തെ റെക്കോർഡിംഗ് ആണുള്ള സാധനങ്ങളാണ്. ഏതായാലും ഇന്ത്യ കനത്ത ജാഗ്രത തന്നെയാണ്. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് മുഖം രക്ഷിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. പക്ഷെ ഈ സമയത്ത് പാകിസ്ഥാൻ ഒരു അറ്റാക്കിന് നമ്മളോട് വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്, കുളിക്കാനോ നനയ്ക്കാനോ പോലെ സമയം കിട്ടാതെ ഇറാനിൽ കിടന്ന് അടിച്ചോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാനെ സഹായിക്കാൻ പെട്ടെന്നുകൂടി വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ചൈന എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നോക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ചൈന ഉറ്റുനോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഈ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ടില്ല, ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വേണം ചൈനയ്ക്ക് തായ്വാനിലേക്ക് നീങ്ങാൻ. കാരണം 2027 ഇനി അധികം സമയമൊന്നുമില്ല. നമ്മുടെ ഷീ ജിൻപിങ്ങിന്റെ കാലാവധി 2027 തീരെ. അദ്ദേഹം ആ ജനതയ്ക്ക് കൊടുത്ത ഒരു വലിയ വാക്കാണ് തായ്വാൻ നമ്മളോടൊപ്പം ചേരുവെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയും കൂടെ ഒരു സംഘർഷത്തിലേക്ക് ഇറങ്ങാന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് കുളവായി കിട്ടി എല്ലായിടും കൂടെ. ആ ഒരു ഗ്യാപ്പ് നോക്കി ചൈന ഉറപ്പായിട്ടും തായ്വാനിലേക്ക്, കാരണം തായ്വാനിലേക്ക് അവർക്ക് ഇനി കടന്നു കയറാനൊന്നുമില്ല, ഒരു അറിയിപ്പ് കിട്ടിയാൽ മാത്രം മതി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഏതായാലും ഈ അതിർത്തിയിലെ സംഘർഷം, അതിർത്തിക്കപ്പുറത്തെ സംഘർഷം നമുക്ക് ഒട്ടും ആശാവഹമല്ല, സന്തോഷിക്കാൻ വകയില്ല. പകരം ആശങ്കയ്ക്ക് വഴിയിടുകയാണ് അത് ചെയ്യുന്നത്.